സമയം കിട്ടുമ്പോൾ ഹോസിയ പ്രവാചകന്റെ പുസ്തകം വായിക്കണം. അതിൻ്റെ 11ഉം 14ഉം അധ്യായങ്ങൾ. ഹോസിയ പ്രവാചകന്റെ പുസ്തകത്തിൽ 11-ാമത്തെ അധ്യായം 14-ാമത്തെ അധ്യായം. 11-ാമത്തെ അധ്യായം തുടങ്ങുമ്പോൾ ഇങ്ങനെ പറയുന്നത്, നീ ഒരു ശിശുവായിരുന്നപ്പോൾ ഞാൻ നിന്നെ സ്നേഹിച്ചു. കർത്താവ് പറയാം, നീ ഒരു കുഞ്ഞായിരുന്ന സമയത്ത് ഞാൻ നിന്നെ സ്നേഹിച്ചു, പക്ഷെ എൻ്റെ സ്നേഹത്തിൽ നീ അകന്നുപോയി, നീ ദൂരേക്ക് പോയി, എൻ്റെ സ്നേഹം വേണ്ടെന്നൊക്കെ പറഞ്ഞു പോയി. പക്ഷെ നിന്നെ ഞാൻ കരുണയുടെ കയറ് പിടിച്ച്, സ്നേഹത്തിന്റെ കയറ് പിടിച്ച് നിന്നെ തിരിച്ചു കൊണ്ടുവരിക, നിന്നെ തിരിച്ചെടുക്കുക. 14-ാമത്തെ അധ്യായത്തിൽ പറയാണ്, നിന്റെ മുറിവ് ഞാൻ ഉണക്കാം, നിന്റെ അവിശ്വസ്തയുടെ മുറിവ് ഞാൻ ഉണക്കി, ഞാൻ നിന്നെ പുനഃസ്ഥാപിക്കാം, നിന്റെ നഷ്ടപ്പെട്ടു പോയ അനുഗ്രഹങ്ങളൊക്കെ ഞാൻ തിരിച്ചു തരാം. പ്രവാചകനോട് കർത്താവ് പറയാണ്. ഹോസിയ പ്രവാചന പുസ്തകത്തിൽ പറയുന്ന അതേപോലത്തെ ഒരു കാര്യമാണ് ആമോസ് പ്രവാചന പുസ്തകത്തിൽ അവസാനത്തെ അധ്യായം 9-ാമത്തെ അധ്യായത്തിൽ പറയുന്നത്, നിന്റെ തകർന്നു പോയ കൂടാരങ്ങളെല്ലാം ഞാൻ പുനരുദ്ധരിക്കാം, നിന്റെ തകർന്ന കോട്ടകളെ ഞാൻ പുനർനിർമ്മിക്കാം. നീ എവിടെ സങ്കടപ്പെട്ടോ, നീ എവിടെ കരഞ്ഞോ, അവിടെ എല്ലാം ഞാൻ നിനക്ക് സമൃദ്ധി തരാം. എല്ലാം കർത്താവ് വാഗ്ദാനം ചെയ്യുകയാണ് തിരിച്ചു വരുന്നവർക്ക് മാത്രം. ബാറൂക്കിന്റെ പുസ്തകം 4-ാമത്തെ അധ്യായത്തിൽ പറയുക, നിങ്ങൾ എങ്ങനെ പോയോ അതിനേക്കാൾ ഇരട്ടി തീക്ഷണയോടെ തിരിച്ചു വരിക, നിങ്ങൾക്ക് രക്ഷയും നിത്യാനന്ദവും കർത്താവ് തരും. പറഞ്ഞേ ഹല്ലേലൂയ, ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് ഈ ഭാരങ്ങൾ, ഏറ്റവും ഭാരപ്പെടുത്തുന്ന ഈ പാപം നമുക്ക് ഈശോയുടെ മുമ്പിലേക്ക് ഇറക്കി വെക്കാം. നമുക്ക് ഈ പാപം എല്ലാ ദുഃഖങ്ങൾക്കും ദുരിതങ്ങൾക്കും കാരണമായി നമ്മൾ പറയുന്നില്ല, പക്ഷേ പാപങ്ങൾ കാരണം വന്ന ദുഃഖങ്ങളുണ്ട്, ദുരിതങ്ങളുണ്ട്. ഒരു പാപവും നമ്മളെ സന്തോഷിപ്പിച്ചിട്ടില്ല എന്ന് നിങ്ങൾ ഓർത്തേക്കുക. ചെയ്ത പാപങ്ങളെല്ലാം നമ്മളെ ദുഃഖിപ്പിച്ചിട്ടേ ഉള്ളൂ. അല്പസമയത്തെ സന്തോഷം തന്ന പാപങ്ങൾ എല്ലാം നമ്മളെ നിത്യമായ ദുഃഖത്തിലേക്കാണ് കൊണ്ടെത്തിച്ചത്. പാപം കാരണം വന്ന രോഗങ്ങളുണ്ട്. രോഗം വന്നതെല്ലാം പാപം കാരണമല്ല, പക്ഷെ പാപം കാരണം വന്ന രോഗങ്ങളുണ്ട്. എല്ലാം ഈശോയുടെ കയ്യിലേക്ക് കൊടുക്കുക. ഇന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, വചനം കേട്ട് പ്രാർത്ഥിക്കുമ്പോൾ മനസ്സിലെ ചില സംഘർഷങ്ങൾ, ഇതിന് കാരണം എൻ്റെ പാപമാണെങ്കിൽ ഈശോയെ ഞാൻ ആദ്യം റിപ്പയർ ചെയ്യാൻ പോകുന്നത് അതാണ്. കാരണം ഈശോ വന്നത് എൻ്റെ പാപം ഏറ്റെടുക്കാനാണെങ്കിൽ ആ ഈശോയുടെ സ്നേഹത്തെ ഞാൻ തിരസ്കരിക്കാതിരിക്കുന്നതിൻ്റെ ഏറ്റവും വലിയ അടയാളം എൻ്റെ പാപം മുഴുവൻ ഞാൻ ഈശോയുടെ മുമ്പിൽ ഏറ്റെടുക്കുകയാണ്. പറഞ്ഞേ ഹല്ലേലൂയ.